ഇപ്പം കേരളത്തിൽ നിൽക്കുന്ന ഒരു പ്രധാന വിഷയമാണ് നവകേരള സദസ്സിന്റെ. കഴിഞ്ഞ ദിവസം പ്രതികൾ ഒരു വാദം ഉന്നയിച്ചിരുന്നു. നവകേരള സദസ്സിന്റെ ബസ്സിന് നേരെ കല്ലെറിഞ്ഞത് കൊണ്ടാണ് അവരെ അടുത്തിട്ട് അടിച്ചത് എന്ന്. പക്ഷെ ഇന്ന് ആ വാദം പൊളിഞ്ഞിരിക്കുകയാണ് പൂർണ്ണമായിട്ടും. കല്ലേറ് എറിഞ്ഞിട്ടില്ലെന്ന് ആ ബസ്സിന്റെ ഡ്രൈവറും ആ ബസ്സിന് ഒരു കേടുപാട് സംഭവിച്ചിട്ടില്ലെന്ന് മെക്കാനിക്കും ഉറപ്പ് നൽകിയിരിക്കുകയാണ്. അപ്പൊ ഇതോടെ അവർക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതും ഇല്ലാതായി അല്ലേ? അവർക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഓൾറെഡി മുമ്പേ ഉണ്ടായിരുന്നില്ല. അവർ ഓരോ മുട്ടാപ്പോക്ക് ന്യായങ്ങൾ അല്ലെങ്കിൽ ആ ഒരു മുമ്പുള്ള അന്വേഷണ സംഘത്തിലേക്ക് ഓരോ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഓരോ കാരണങ്ങൾ വെച്ചു കൊടുക്കുകയായിരുന്നു. പ്രകോപനം ഉണ്ടായതിന് പിന്നാലെയാണ് നവകേരള സദസ്സിനിടെ ഉണ്ടായ ലാത്തി കൊണ്ടുള്ള മർദ്ദനം ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിക്കൊല്ലാറാക്കിയതിനുള്ള ന്യായം പറഞ്ഞതാണ്. അതായത് ബസ്സിന് നേരെ കല്ലെറിഞ്ഞു, പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളുണ്ടായിരുന്നു. അതുമാത്രമല്ല വധശ്രമത്തിനുമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ നവകേരള യാത്രയിലെ മുഖ്യമന്ത്രിയുടെ ആ ഒരു ഗൺമാന്മാർ, സുരക്ഷാ ഉദ്യോഗസ്ഥർ ആ ഒരു കാരണങ്ങൾ ഓരോന്നും ഉന്നയിച്ചത്. പക്ഷെ അതൊന്നും യഥാർത്ഥ കാരണങ്ങളല്ല, അതെല്ലാം വെറും പാഴ്വാക്കുകൾ അല്ലെങ്കിൽ വെറും കള്ളമാണെന്നാണ് ഇപ്പോൾ SITയുടെ കണ്ടെത്തൽ. അതുമാത്രമല്ല ഇപ്പോൾ AD തോമസ് ഉൾപ്പെടെയുള്ളവരുടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തലയ്ക്ക് മേലെയാണ് ഇവർ ലാത്തി കൊണ്ട് മർദ്ദിച്ചത്. ആ ഒരു ലാത്തി കൊണ്ടുള്ള മർദ്ദനം മരണത്തിന് വരെ കാരണമായേക്കാമെന്നുള്ള മെഡിക്കൽ റിപ്പോർട്ടുകളും പുറത്തുണ്ട്. കൂടാതെ ഈ ഒരു റിപ്പോർട്ട് വന്നത് ഏകദേശം ഇന്ന് വിധി പറയാനിരിക്കുന്ന ആ ഒരു ദിവസമാണ്. ആ ഒരു കേസിൽ വിധി പറയുന്ന ദിവസമാണ് ഇന്ന്. അപ്പോൾ അവർക്കുള്ള ആ ഒരു കൂടുതൽ വകുപ്പുകൾ ചേർക്കാൻ SITക്ക് ഈ ഒരു കണ്ടെത്തലുകളോ അല്ലെങ്കിൽ ഈ ഒരു വിവരങ്ങളും കാരണമാകും, അല്ലെങ്കിൽ അത് സഹായകമാകും. അപ്പോൾ അവർക്കെതിരെയുള്ള ശിക്ഷാ നടപടികൾ ഇനിയും വർദ്ധിക്കാനേ സാധ്യതയുള്ളൂ. അപ്പോൾ അവർ ആ ഒരു ഒന്നില്ലെങ്കിൽ ഒളിവിൽ തന്നെ കഴിയേണ്ടി വരും. ഇനി ഒരു ജാമ്യം എടുക്കാനുള്ള ആ ഒരു അവരുടെ അവസാന അവസരവും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ചേട്ടനിപ്പോൾ പറഞ്ഞില്ലേ അവർക്ക് മരണം വരെ സംഭവിക്കാവുന്ന അത് മെഡിക്കൽ റിപ്പോർട്ട് വരെ അതാണ് പറയുന്നത്. ഇപ്പൊ അന്ന് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലും ഇവർ ഈ രക്ഷാപ്രവർത്തനമെന്ന് തന്നെ പറഞ്ഞ് രക്ഷപ്പെട്ടിയേനെ. ഇപ്പൊ മൂന്നാമതും പിണറായി സർക്കാർ വന്നിരുന്നെങ്കിൽ ഇത് തേഞ്ഞു മാഞ്ഞു മൊത്തമായിട്ട് പോയേനെ അല്ലേ? അതെ, അത് ആ ഒരു സമയത്ത് ആദ്യം ഈ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പരാതിയിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല. ഒരുപാട് പ്രതിഷേധങ്ങൾക്കൊടുവിൽ അല്ലെങ്കിൽ കോടതി വഴിയുള്ള ഒരു പ്രതിഷേധത്തിനൊടുവിലാണ് ഇങ്ങനെ ഒരു അന്വേഷണം, ഒരു തട്ടിക്കൂട്ട് അന്വേഷണം നടത്തിയത്. ഇപ്പോൾ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരെ രക്ഷപ്പെടുത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെയും ഈ ഒരു അന്വേഷണം നീളും. അങ്ങനെയാണെങ്കിൽ ഇനിയും കൂടുതൽ പ്രതികൾ ഈ ഒരു കേസിലേക്ക് എഴുതി ചേർക്കപ്പെടാം. അപ്പോൾ കേരള പോലീസിലുള്ള ഇപ്പോൾ നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞു, കേരള പോലീസിലുള്ള CPM ചാരന്മാരെ അല്ലെങ്കിൽ CPM പ്രവർത്തകരെ തന്നെ ഏറ്റവും കൂടുതൽ വെളിച്ചത്ത് വരാൻ ഈ ഒരു കേസ് അന്വേഷണം സഹായകരമാകും. പോലീസുകാരിൽ തന്നെയല്ലേ കോടതിയിൽ ചെന്നപ്പോൾ പോലും ഈ കേസ് തെളിവുകൾ നശിപ്പിച്ചു എന്നുള്ളൊരു വാദം SIT ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അപ്പം നിയമവ്യവസ്ഥയെല്ലാം അന്ന് വെറും കപടമായിരുന്നു എന്ന് തന്നെ പറയല്ലേ? കാരണം ആ നവകേരള സദസ്സിനുള്ള റിപ്പോർട്ട് പൂഴ്ത്തിയത് കേരള സർക്കാർ തന്നെയാണ്, അതായത് മുൻ LDF സർക്കാർ തന്നെയാണെന്ന് അടുത്തിടെ പുറത്തു വന്നിരുന്നു. ഈ ഒരു യാഥാർത്ഥ്യം പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന അല്ലെങ്കിൽ ഈ ഒരു കേസിനെ കുറിച്ചുള്ള ഒരു വ്യാപ്തിയിലുള്ള ഒരു അന്വേഷണം വന്നത്. ഇതിനു മുമ്പുള്ള ഈ അന്വേഷണ സംഘം ഇതൊന്നും അന്വേഷിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ആ ഒരു ഇവരുടെ മുന്നിലുണ്ടായിരുന്ന തെളിവ് പോലും കാണാതെ പോയത് അല്ലെങ്കിൽ വിട്ടുകളഞ്ഞത്. കാരണം വാദി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പ്രതിഭാഗം വരുന്നത് സംസ്ഥാന സർക്കാരുമാണ്. അപ്പോൾ ആ ഒരു പോലീസുകാർക്ക് ഈ ഒരു ഭരിക്കുന്നവരെ തന്നെ അല്ലെങ്കിൽ ഭരിക്കുന്നവരെ അനുസരിക്കേണ്ടി വരും. അതാണ് ഇവിടെ സ്വാഭാവികമായിട്ടും നടന്നത്. ചിലർ കരുതിക്കൂട്ടി തന്നെ ഈ ഒരു കേസ് മുക്കിക്കളയാൻ അല്ലെങ്കിൽ തേച്ച് മാച്ച് കളയാനുള്ള ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. അതിനെല്ലാം ഇപ്പോൾ ആ ഒരു ചെയ്തതിനെല്ലാം ഇപ്പോൾ ഒരു കുറ്റം ചെയ്താൽ അത് കണ്ടു നിന്നാലോ അത് ചെയ്തതിൻ്റെ ഒരു കൂട്ടുപ്രതിയാക്കപ്പെടുമല്ലോ. അപ്പോൾ ആ ഒരു അന്വേഷണ സംഘം ഉൾപ്പെടെ ഈ ഒരു വിവരം അറിഞ്ഞിട്ടും അറിയാതെ നിന്നവർ ഉൾപ്പെടെ അവരെല്ലാവരും ഈ ഒരു SITയുടെ അന്വേഷണ പരിധിയിൽപ്പെടുന്നതാണ്. അവർക്കെല്ലാം അർഹമായ ശിക്ഷയും ഈ ഒരു കേസിലൂടെ ലഭിക്കും. SITയുടെ ഇപ്പോഴത്തെ റിപ്പോർട്ട് പ്രകാരം ഉറപ്പായിട്ടും ഈ പ്രതികൾക്കെല്ലാം നല്ല ശിക്ഷ തന്നെ കിട്ടാനുള്ള ഇതുണ്ട്. അവർക്ക് രക്ഷപ്പെടാൻ ഒരു പഴുതും ഇല്ലല്ലേ? തീർച്ചയായും ഗൺമാന്മാർക്ക് ഏറ്റവും കൂടുതൽ ലഭിക്കാൻ പോകുന്ന ഈ ഒരു കൊലപാതക കുറ്റത്തിനുള്ള ശിക്ഷയാണ്. കഴിവതും ഒരു 10-12 വർഷമെങ്കിലും അഴിയണ്ണി കിടക്കാം. അപ്പോൾ അവരുടെ സർവീസ് വരെ
ഇതാവും, വെള്ളത്തിലാവും. അതായത് ഇനി അവർക്ക് പൊളിറ്റിക്കൽ ഹോൾഡ് ഉണ്ടെങ്കിൽ പോലും ഇനി അവരെ രക്ഷിക്കാൻ ആരും മുന്നോട്ടില്ല. കാരണം ഇപ്പോൾ പിണറായി വിജയൻ പോലും ആകെ പരിങ്ങലിലാണ്. അദ്ദേഹം നിയമസഭയിൽ കിടന്ന് വെള്ളം കുടിക്കുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ മുമ്പ് അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് വരെ ഗൺമാന്മാർ സജീവമായി ഫേസ്ബുക്ക് പോസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുമായിരുന്നു. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാ തുടരാ പാക്കലാം എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇപ്പോൾ അവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തി. ഇനി അവർക്ക് വെല്ലുവിളിക്കാനൊരു അവസരമില്ല. അല്ലെങ്കിൽ ഇനി അവരുടെ മുഖം ഒന്ന് പുറത്ത് കാണിച്ചാൽ ഇപ്പോൾ കേരളത്തിലെ ഏത് ജനങ്ങൾക്കും ഓരോ പൗരന്മാർക്കും ഇവരുടെ ഓരോ മുഖവും രജിസ്റ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഇവരെ രക്ഷിക്കണം എന്ന് ഒരു സാധാരണക്കാരനും ആഗ്രഹിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായും ഇവർ ഉടൻ തന്നെ ജയിൽ അറയിലേക്കുള്ളിലേക്ക് ഉടനെ പോകും. ഇപ്പം ഇവർക്ക് എന്തെങ്കിലും ജാമ്യം കിട്ടിയാൽ ഇത് തേച്ചു മാറ്റി കളയാൻ എന്തെങ്കിലും ശ്രമം നടത്തുമെന്നും SIT ഇവിടെ പറയുന്നുണ്ട്. അപ്പം അതായത് അവർ തുടക്കത്തിൽ തന്നെ ഈ ഒരു തെളിവ് നശിപ്പിക്കലിനും അല്ലെങ്കിൽ ഈ ഒരു സാക്ഷികളെ സ്വാധീനിക്കാനും എല്ലാം ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഫലമാണ് ഈ ഒരു കേസ് ഇത്ര കാലം മുങ്ങിക്കിടന്നത്. പക്ഷെ ആ ഒരു SITയുടെ അന്വേഷണം വന്നതോടെ ഇവർ ആകെ പകപ്പിലായി. അതിനെ തുടർന്നാണ് ഇവർ കോടതിയിൽ മുൻകൂർ ജാമ്യത്തിനും അല്ലെങ്കിൽ ജാമ്യാപേക്ഷയെല്ലാം നൽകി അവസാനം ഒളിവിൽ പോകുന്നവരെയുള്ള ഒരു കാര്യങ്ങളുണ്ടായത്. ഇപ്പോൾ ഇവർക്കൊരു പേടി ബാധിച്ചിട്ടുണ്ട്. ഇനിയുള്ള സർവീസ് ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവരെ സർവീസിൽ നിന്ന് പുറത്താക്കപ്പെടും. നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം എന്തോരം ക്രൂരമായാണ് അവർ ആ എഡി തോമസിനെ നേതാക്കളെ ഉപദ്രവിച്ചത് എന്ന്. ഇപ്പോഴാണ് ശരിക്കും അവർക്കൊരു നീതി കിട്ടുന്നതെന്ന് തന്നെ പറയാം. പക്ഷേ UDF സർക്കാർ വരുമ്പോൾ തന്നെ ഇവർക്ക് ആകെ ഒരു സംശയം ഉണ്ടായിരുന്നു. അതായത് കയ്യിൽ നിന്ന് പോയി എന്നുള്ള ഒരു കാര്യം ഉറപ്പായി. ഇനി എത്ര കാലം ഇവർ പിടിച്ചു നിൽക്കും, അല്ലെങ്കിൽ ഇവരെ ഇത്ര കാലം സംരക്ഷിച്ചുകൊണ്ടിരുന്നവർ തന്നെ ഇപ്പോൾ ഏകദേശം ഒരു മുങ്ങിയ അവസ്ഥയിലാണ്. അപ്പോൾ അവർക്ക് കര കയറി പോകുന്നതിനിടയിൽ ഇവരെ രക്ഷിക്കാനുള്ള ഒരു അവസരം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ അവർ നിഷ്കരണം കൈവിടുകയായിരുന്നു ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരെ. അപ്പോൾ ഇവരുടെ സ്വന്തം നിലനിൽപ്പ് ഇവർ തന്നെ നോക്കേണ്ടി വന്നു. അതാണ് ഇപ്പോൾ ഇവരുടെ ഒളിവിൽ പോകാൻ കാരണം. ശരിക്കും ഇപ്പോഴാണല്ലേ പോലീസുകാരായത്. ഈ 10 വർഷവും പാർട്ടിക്ക് വേണ്ടി നടക്കുന്ന ഒരു ഗുണ്ടകൾ മാത്രമായിരുന്നു. അവർക്ക് വേണ്ടി മാത്രം നടത്തുന്നതും അവർക്ക് വേണ്ടി മാത്രം കേസ് അന്വേഷിക്കുന്നതുമായിട്ടൊരു ചെറിയ ഗുണ്ടകളെന്ന് തന്നെ പറയാം. അല്ല, അങ്ങനെ കാക്കിയിട്ട ഗുണ്ടകളെ എല്ലാവരും അടച്ചാകർഷേപിക്കരുത്. കാരണം വെച്ചാൽ നല്ല ഡ്യൂട്ടി നോക്കുന്ന നല്ല പോലീസുകാരുണ്ട്. അവരെല്ലാം അർഹിച്ച വകുപ്പിൽ നിന്ന് മാറ്റി ഒതുക്കപ്പെട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ ലോ ആൻഡ് ഓർഡർ ആയാലും അല്ലെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ചിനായാലും ഇവരുടേതായിട്ടുള്ള ഒരു പാർട്ടി സംവിധാനത്തിലുള്ള വ്യക്തികളെ തന്നെ അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥരെ തന്നെയാണ് തിരികെ കയറ്റിയിരുന്നത്. അതുകൊണ്ടാണ് ഇവരുടേതായിട്ടുള്ള അക്രമങ്ങളും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ എത്രയോ പോലീസുകാർ ഈ ഒരു DYFI SFI പ്രവർത്തകരുടെ വായി നാട്ടും തുപ്പും കേട്ടിട്ടുണ്ട്. ഇതെല്ലാം കിട്ടിയിട്ടും ഇവർക്കെതിരെ ഒരു വിരൽ പോലും അനക്കാൻ പറ്റാതെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് സമയത്തായാൽ പോലും MLAക്ക് മുന്നിൽ നിന്ന് സംസാരിച്ച ഒരു പോലീസുകാർ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ പലതവണ നമ്മൾ ചാനൽ തന്നെ കണ്ടതാണ്. അപ്പോൾ സ്വന്തം ഡ്യൂട്ടി ആത്മാർത്ഥമായിട്ട് നോക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ ഒരു വിഭാഗം പോലീസുകാരെ അല്ലെങ്കിൽ ഒരു വിഭാഗം ഉദ്യോഗസ്ഥരെ ഇവർ തളച്ചിട്ടിരിക്കുകയായിരുന്നു. അവർക്ക് ഇപ്പോഴാണ് ഒരു സ്വാതന്ത്ര്യം കിട്ടിയത്. ഇനി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പിന് നേതൃത്വത്തിലുള്ള ഈ ഒരു പോലീസ് വകുപ്പ് ആത്മാർത്ഥമായി തന്നെ നല്ല രീതിയിൽ തന്നെ ഈ കേരളത്തിൽ ക്രമസമാധാനം പാലിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.